ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമം. അതുവരെ ന്യൂനപക്ഷ വർഗീയതയാണ് പ്രോത്സാഹിപ്പിച്ചിരുന്നത്. ഇപ്പം ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുക, അതിൽ നിന്നും ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന സമരമാണ്. അതായത് രക്തസാക്ഷി മണ്ഡപത്തിൽ ഇവർ സമരം നടത്തിയ എന്താ കാര്യം? ഒരു കാര്യമില്ല. ഇവരവിടെ പോയി സെറ്റിൽ ചെയ്യാൻ BJP നേതാക്കന്മാരുമായിട്ട് സന്ധി ചെയ്യാൻ രാഷ്ട്രീയമായ അവിശുദ്ധ ബാന്ധവമാണ്. അത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സമരമാണ്. ആ സമരത്തിനൊന്നും ഞങ്ങളില്ല. അത് അവർക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ CPM ഞങ്ങൾ ഒരുമിച്ചാണെന്ന് അമിത്ഷായ്ക്ക് പറയാൻ പറ്റുമോ? ഇവിടെ കോൺഗ്രസും CPM നേരിട്ട് ഏറ്റുമുട്ടുകയാണ് എന്നറിയാൻ പാടില്ലാത്ത ആരാണ്? ആ കൂട്ടത്തിൽ കോൺഗ്രസ് വിരുദ്ധത ഉള്ള BJP CPM-നെ സഹായിക്കുകയാണ് കേരളത്തിൽ. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി ബേപ്പൂരിലെ കോലീബി സഖ്യമൊക്കെ ഓർമ്മിപ്പിക്കുന്നു. RSSന്റെ ആടയാഭരണങ്ങൾ എടുത്തണിയാൻ ഒരു മടിയില്ലാത്തവരാണ് പ്രതിപക്ഷം പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ഒരു ആക്രമണം. RSSന്റെ വോട്ട് കിട്ടി ആ മുന്നണിയിൽ ജയിച്ചു വന്ന ആളാണ് പിണറായി വിജയൻ. കേരളത്തിലെ ഒറ്റ കോൺഗ്രസ്സുകാരനും ഒരു RSSകാരന്റെ പിന്തുണയോടുകൂടിയും ഒരു BJPയുടെ പിന്തുണയോടുകൂടി നിയമസഭയിൽ വന്നിട്ടില്ല. ഞങ്ങൾ ആരും അന്നത്തെ ജനസംഘത്തിന്റെ പിന്തുണയോടുകൂടി ഒരുമിച്ച് മത്സരിച്ച് ഒരേ പാനൽ മത്സരിച്ച് KG മാരാരാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രസംഗിച്ചത്. അങ്ങനെ വന്ന ആളാണ്. പിന്നെ അധികാരത്തിൽ വന്നപ്പോൾ സ്വന്തം നമ്പർ 1 കാറ് മാറ്റി ഹോട്ടലിൽ വന്ന് RSS നേതാക്കളുമായി രഹസ്യ ചർച്ച നടത്തിയ CPM മുഖ്യമന്ത്രി പിണറായി വിജയൻ. RSS വിരുദ്ധതയും സംഘപരിവാർ വിരുദ്ധതയും ഞങ്ങളെ പഠിപ്പിക്കാൻ പിണറായി വിജയൻ വരണ്ട. അവരുടെ കൂട്ടിലാണ്, അവരുടെ കീഴിലാണ്. പഴയ ചരിത്രവും പറയിപ്പിക്കണ്ട. അവരുടെ കൂടെയായിരുന്നു, അവരുടെ കൂടെ. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങളെ പ്രസ്താവന. RSSുമായി കൂട്ടുകൂടേണ്ടി വന്നിട്ടുണ്ട് എന്ന പിണറായി വിജയന്റെ പ്രസ്താവന ഞാനിപ്പോൾ കേൾപ്പിച്ചുതരാം നിങ്ങളെ. എന്നിട്ട് എല്ലാവരും ചരിത്രം മറന്നുപോകും എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ RSS വരണ. RSSന്റെ ആടയാഭരണമല്ല. RSS കുഴിച്ച കുഴിയിലാണ് ഇറങ്ങിയിരുന്നിരുന്നത് ഇത്രയും നാള്. മനസ്സിലായില്ലേ? RSSന്റെ പിന്തുണയോടുകൂടി ജയിച്ചു വന്ന ആളാ. ഞങ്ങളെ പഠിപ്പിക്കണ്ട RSS വിരോധം. അവിടുന്ന് ഞങ്ങൾക്ക് ക്ലാസ്സും വേണ്ട. സമരത്തിൽ നിന്ന് പാർട്ടിക്ക് പുറത്തുള്ള ആളുകളോട് എങ്ങനെ രാജി ആവശ്യപ്പെടും? ഞങ്ങൾ ആ വിഷയത്തിൽ ഞങ്ങളൊന്നും പ്രതികരിക്കുന്നില്ല. ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. എനിക്കറിയില്ല അത് ഏത് പ്രൊവിഷൻ വഴിയാണ് അത് വരുന്നതെന്ന് എനിക്കറിയില്ല. അത് നോക്കാം, അത് പരിശോധിച്ചിട്ട് അല്ലല്ല, അത് അങ്ങനെയൊന്നും എത്തിക്സ് കമ്മിറ്റി ഒന്നും അല്ലല്ലോ ഒരാളെ നിയമസഭാംഗത്തിൽ നിന്ന് പുറത്താക്കുന്നത്. അത് അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. ഞാൻ ആരായാലും ഏത് പ്രൊവിഷൻ ഉപയോഗിച്ചാണ് നമ്മളത് പരിശോധിക്കാതെ പറയാൻ പറ്റുമോ? പരിശോധിക്കാതെ പറയാൻ പറ്റുമോ? ഒരാളെ നിയമസഭാംഗമായി ജയിച്ച ഒരാളെ പുറത്താക്കണമെങ്കിൽ ഇപ്പോൾ ആന്റണി രാജുവിന്റെ മെമ്പർഷിപ്പ് പോയി, അത് ഓട്ടോമാറ്റിക്കായിട്ട് പോയതാണ്. മെമ്പർഷിപ്പ് 2 കൊല്ലത്തിന് മീതെ അല്ലേ ശിക്ഷ കിട്ടിയപ്പോൾ പോയതാണ്. അല്ലാതെ ഒരാളുടെ മെമ്പർഷിപ്പ് കളയാനുള്ള പ്രൊവിഷൻ ഏതെങ്കിലും ഉണ്ടെന്ന് ഞാൻ ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ശ്രദ്ധയിൽ ആരെങ്കിലും പെടുത്തിയാൽ നമുക്കത് പരിശോധിക്കാം. ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട തീരുമാനമല്ല. പാർട്ടി എല്ലാ കാര്യത്തിലും ഇത് സംബന്ധിച്ച് പാർട്ടിയാണ് ഒരുമിച്ച് തീരുമാനം എടുത്ത് ഇനി പാർട്ടി ആലോചിക്കും. അങ്ങനത്തെ ഒരു ഘട്ടം വന്ന സാങ്കല്പിക ചോദ്യമാണത്. ഇപ്പോൾ മറുപടി പറയേണ്ട ആവശ്യമില്ല. ഈ സമരത്തിൽ നിന്ന് ജോസ് കെ മാണി വിട്ടു നിൽക്കുകയാണ്. എന്തെങ്കിലും സാധ്യതകൾ? അല്ല, ഞാൻ അതിനെക്കുറിച്ച്, അദ്ദേഹം ഇപ്പോഴും ഇടതുമുന്നണിയിലെ ഒരു ഘടകകക്ഷിയാണ്. ഇടതുമുന്നണിയിലെ ഒരു ഘടകകക്ഷിയുടെ അവരുടെ ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ ഒന്നും പറയില്ല, ഒന്നും സംസാരിക്കില്ല. അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ ഒരാ മുന്നണിയിലല്ലേ. മുന്നണിയിൽ എന്തെങ്കിലും പുതിയ ആളുകൾ ആരെങ്കിലും വരുവാണെങ്കിൽ നിങ്ങളെ വിളിച്ച് പറയില്ലേ? നമ്മൾ നിങ്ങളോടല്ലേ ആദ്യം പറയുള്ളൂ കേട്ടാ.